ഞാൻ മോഹൻ ത്രിവേണി, ആദിവാസി മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ 2006 വനാവകാശ നിയമപ്രകാരവുമായി ബന്ധപ്പെട്ട് പട്ടികവർഗക്കാർക്ക് വനാവകാശ രേഖ നൽകിയതിൽ ഉള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ഇവിടെ കേരളത്തിൽ 556 ഊരുകളിലായിട്ട് 29,139 കുടുംബങ്ങൾക്കാണ് വനാവകാശ രേഖ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ കാണിക്കാരായിട്ടുള്ള ആളുകൾക്ക് നൽകിയിട്ടുള്ള കൈവശരേഖയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 5,655 കുടുംബങ്ങൾക്കായി 5,559 ഏക്കർ ഭൂമിക്കാണ് കൈവശരേഖ നൽകിയിട്ടുള്ളത്. ഇത് 5 ഫോറസ്റ്റ് റേഞ്ചുകളിലും 168 ഊരുകളിലായിട്ട് 10 വില്ലേജുകളിലുമായിട്ട് 2 താലൂക്കുകളിലുമായിട്ടുമാണ് ഇത്രയും ആളുകൾക്ക് കൈവശരേഖ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൈവശരേഖയ്ക്ക് മേൽ പട്ടയം കൊടുക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നപ്പോൾ അവർ പട്ടയം കൊടുക്കുന്നതിന് പകരം അവർ കരം കെട്ടണമെന്നുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് വരികയും ഇപ്പോൾ ആ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വില്ലേജുകൾ പട്ടികവർഗക്കാരെ നിർബന്ധിച്ച് കരം കെട്ടുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ കരം കെട്ടുന്നതിനോടുകൂടി ബഹുഭൂരിപക്ഷം പട്ടികവർഗക്കാർക്കും എതിരാണ്. കാരണം 2006 വനാവകാശ നിയമപ്രകാരം 2010 ഈ ജില്ലയിൽ നൽകിയ കൈവശ രേഖകൾ ഏക്കർ കണക്കിന് ഭൂമി ഉൾപ്പെടാതെ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഓരോരുത്തർക്കും 5ഉം 4ഉം 3ഉം 2ഉം ഏക്കറുള്ള കുടുംബങ്ങളുടെ ഭൂമി സർവേയിൽ സംഭവിച്ചിട്ടുള്ള പിഴവ് കാരണം ഉൾപ്പെടാതെ പോവുകയും ശരിക്കും അളന്നു തിരിച്ച് കല്ലിട്ട് ദിക്കുകൾ രേഖപ്പെടുത്തിയോ ഒന്നും ചെയ്യാതെ ആ ഭൂമിയിലേക്ക് പോകുന്ന വഴികൾ, റോഡുകൾ, കുടിവെള്ള സ്രോതസ്സുകൾ ഇവയൊന്നും ഉൾപ്പെടുത്താതെ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഓരോ കുടുംബങ്ങളുടെയും ഭൂമി നഷ്ടപ്പെടുന്ന രീതിയിലാണ് കൈവശരേഖ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് കരം കെട്ടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കൈവശരേഖയുടെ ബേസിൽ കരം കെട്ടുകയാണെങ്കിൽ ഈ പറയുന്ന 6,000-ഓളം വരുന്ന കുടുംബങ്ങളുടെ ഭൂമി 100 കണക്കിന് ഏക്കർ ഭൂമി നഷ്ടപ്പെടും കരം കെട്ടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ മേഖലകളിൽ തന്നെ നിരവധി കുടുംബങ്ങളുണ്ട്. 10-15,000-ഓളം കുടുംബങ്ങൾ വരുന്ന ഈ പ്രദേശത്ത് 5,000 പേർക്കാണ് കൈവശരേഖ കിട്ടിയിട്ടുള്ളത്. വനാവകാശ നിയമപ്രകാരം പൂർണ്ണമായും ഭൂമി അളന്ന് തിരിച്ച് കൈവശരേഖ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം കേരളത്തിൽ ഇതുവരെയും സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ തന്നെ ഈ കൈവശരേഖ കൊടുത്തു എന്ന് പറയുന്നിടത്ത് തന്നെ നിരവധി കുടുംബങ്ങൾക്ക് കൈവശരേഖ കിട്ടാനുണ്ട്. ആ കൈവശരേഖയിൽ ഭൂമി ഉൾപ്പെടാതെ പോയിട്ടുണ്ട്. നിരവധി കുടുംബാംഗങ്ങളുടെ പേര് കൈവശരേഖയിൽ ഉൾപ്പെടുത്തി കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന അതിരുകൾ തിരിച്ചു കൊടുത്തിട്ടില്ല, വഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ വളരെ ഒരു തരത്തിലും ഗുണകരമല്ലാത്ത ഒരു രേഖയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കൈവശരേഖ വിതരണം പാളിയതിൻ്റെ പ്രധാന കാരണം വനം, റവന്യൂ, പട്ടികവർഗ വകുപ്പുകളുടെ കൂട്ടായ്മയില്ലാത്തതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. കാരണം ഈ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ പറ്റൂ. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും വകുപ്പുകളുടെ തമ്മിലുള്ള വടംവലികളുമാണ് ഇതിന് ഈ പരാജയത്തിന് പ്രധാന കാരണമായിട്ടുള്ളത്. പട്ടികവർഗ വകുപ്പിൽ നൽകുന്ന ഒരു അപേക്ഷ അത് കളക്ട്രേറ്റ് ചെല്ലുമ്പോൾ നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ കളക്ട്രേറ്റിൽ നിന്ന് അയക്കുന്ന ഒരു റിപ്പോർട്ട് പട്ടികവർഗ വകുപ്പിൽ വരുമ്പോൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ ഈ കൈവശരേഖ വിതരണം അട്ടിമറിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രേഖ കൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആദിവാസി മഹാസഭ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ സർക്കാർ കരം കെട്ടണമെന്ന് പറയുന്നത് കൊണ്ട് റവന്യൂ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് പിൻവലിക്കണം. പകരം ഈ 2006 വനാവകാശ നിയമം കൃത്യമായി ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അളന്ന് തിരിച്ച് ഓരോരുത്തരുടെയും ഭൂമികൾ സെപ്പറേറ്റ് ചെയ്ത് കമ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ചുകൊണ്ട് കൃത്യമായി അളന്ന് തിരിച്ച് എല്ലാ അംഗങ്ങളുടെയും പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് കൈവശരേഖ വിതരണം നടത്തുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കേണ്ടത്.
ഈ 2006 വനാവകാശ നിയമപ്രകാരം കൈവശരേഖ വിതരണം സമ്പൂർണ്ണമാക്കിയതിനു ശേഷം മാത്രമേ ബാക്കി നടപടികളിലേക്ക് പോകാൻ പാടുള്ളൂ. പട്ടയം നൽകുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഫാം വിതരണവും അതോടനുബന്ധിച്ച് നടത്തുന്ന കുപ്രചരണങ്ങളിലും പെട്ടാണ് ഇത്രയും ജനങ്ങൾ 6,000-ഓളം വരുന്ന കുടുംബങ്ങൾ ഈ കൈവശരേഖയുടെ ബഹുഭൂരിപക്ഷം വില്ലേജിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റായ ഒരു പ്രചരണമാണെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ പെട്ടുപോകാതെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കുടുംബത്തിന് ഒരു കൈവശരേഖ വെച്ചിട്ട് 4-5 കുടുംബങ്ങളുണ്ട്. അത് പ്രത്യേകം കമ്പാർട്ട്മെൻറ്റുകളാക്കി തിരിച്ച് അവർക്ക് കൈവശരേഖ കിട്ടേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കൊടുത്ത കൈവശരേഖകളിൽ തന്നെ പല സ്ഥലങ്ങളിലും വില്ലേജുകൾ മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ കുറ്റിച്ചൽ പഞ്ചായത്തിലെ അഗസ്യവനം മേഖലയിലെ ആളുകൾ മണ്ണൂർക്കര വില്ലേജുകാരാണെങ്കിലും അവർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിതുര വില്ലേജാണ്. അങ്ങനെ വില്ലേജുകൾ മാറിയിട്ടുണ്ട്, പേരുകൾ മാറിയിട്ടുണ്ട്, അഡ്രസ്സുകൾ മാറിയിട്ടുണ്ട്, ഭൂമികൾ മാറിയിട്ടുണ്ട്. പരസ്പരം ഭൂമികൾ പല സ്കെച്ചുകളിലും പെട്ടിട്ടുണ്ട്. ഒരു അത്തരത്തിൽ വികലമായിട്ടുള്ള ഒരു കൈവശരേഖ കയ്യിൽ വെച്ചുകൊണ്ട് ഇത് നമ്മൾക്ക് കരം കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് വളരെ ഭാവി തലമുറയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള കാര്യമായതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. 2006 വനാവകാശ നിയമം കൃത്യമായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി എല്ലാവർക്കും കൈവശരേഖ കൊടുക്കുന്നുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് ഞങ്ങൾ ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ്റിന് പരാതി നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ പ്രതിഷേധ സൂചകമായ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും സംഘടന തീരുമാനമെടുത്തിട്ടുണ്ട്.